ഇസ്രായേലും ലബനാനിലെ ഹിസ്ബുള്ളയും തമ്മിൽ പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുന്നുവെന്ന ആശങ്ക ശക്തമാണ്. യുദ്ധം ഒഴിവാക്കണമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. ഈ സംഘർഷത്തിൽ സൈപ്രസിന്റെ പേര് കൂടി ചർച്ചയാവുകയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. BK സുഹൈൽ ചേരുന്നു. ഗസ യുദ്ധം കൂടുതൽ പുതിയ തലങ്ങളിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ലബനാനും ഇസ്രായേലും തമ്മിലുള്ള അതിശക്തമായൊരു പോരാട്ടത്തിലേക്ക് നീങ്ങുന്നു. ഇവിടെ ലബനാനിൽ നിന്ന് ഹിസ്ബുള്ള എന്ന് പറയുന്ന ഷിയ മിലീഷ്യ കൂടുതൽ ശക്തമായി ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നു. ലബനാന്റെ ഹിസ്ബുള്ളയുടെ മേധാവി ഹസൻ നസ്രുള്ള കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഏതറ്റം വരെയും ഈ ഒരു യുദ്ധത്തിൽ പോകും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഗസയിൽ നിന്ന് പോലും കൂടുതൽ സൈന്യത്തെ പിൻവലിച്ചുകൊണ്ട് ഇസ്രായേൽ ഈ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന ആശങ്ക ശക്തമാവുകയാണ്. ഇതിനിടയിൽ പുതിയൊരു രാജ്യം കൂടി വരുന്നു, അതാണ് സൈപ്രസ്. കഴിഞ്ഞ ദിവസം ഹസൻ നസ്രുള്ള തൻ്റെ പ്രഖ്യാപനം നടത്തിയപ്പോൾ സൈപ്രസും ഈ യുദ്ധത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞതോടു കൂടിയാണ് ഈ യുദ്ധത്തിൽ എന്താണ് സൈപ്രസിൻ്റെ റോൾ എന്ന ചർച്ച സജീവമാകുന്നത്. സൈപ്രസ് എന്ന് പറയുന്നത് ഈ മെഡിറ്ററേനിയൻ കടലിലെ ദ്വീപാണ്. ഈ ദ്വീപ് എങ്ങനെയാണ് ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. സൈപ്രസ് എന്ന് പറയുന്നത് അതിന് വലിയൊരു ചരിത്രമുണ്ട്. ഇവിടെയുള്ള ആളുകൾ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട്, ടർക്കിഷ് ഭാഷ സംസാരിക്കുന്ന ആളുകൾ കൂടിയുണ്ട്. ഈ രണ്ട് വിഭാഗവും തമ്മിൽ പലതരത്തിലുള്ള തർക്കങ്ങൾ നടക്കുന്നു. അത് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പശ്ചിമേഷ്യയുടെ ഭാഗമാണ് എന്ന് നമുക്ക് പറയാവുന്ന ഒരിടത്ത് പക്ഷേ മറുഭാഗത്ത് യൂറോപ്പാണ്. ആ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണ് സൈപ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഈ രാജ്യത്തെ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായ ഈ സൈപ്രസിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഉന്നയിക്കുന്ന ഒരു ആരോപണം. എന്താണ് ഈ സൈപ്രസിൻ്റെ ഒരു ജിയോളജിക്കൽ പ്രാധാന്യം എന്ന് നമുക്ക് നോക്കാം. ലബനാന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ദ്വീപാണ് ഈ സൈപ്രസ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ലബനാനിലേക്ക് ഏത് ഓപ്പറേഷനും വളരെ പെട്ടെന്ന് നടത്താൻ ഇസ്രായേലിന് വേണമെങ്കിൽ സാധിക്കും. പക്ഷേ ഇപ്പോൾ സൈപ്രസ് അക്കാര്യം നിഷേധിക്കുകയാണ്. തങ്ങൾ ഇസ്രായേലിന് ഒരു ലോഞ്ചിങ് പാഡായി വർക്ക് ചെയ്യുന്നില്ല, ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഈ യുദ്ധത്തിൽ ചെയ്യുന്നില്ല എന്നാണ് സൈപ്രസ് പറയുന്നത്. പക്ഷേ യൂറോപ്യൻ യൂണിയൻ അതിശക്തമായി പറയുന്നു, സൈപ്രസിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സൈപ്രസിനെതിരെ മാത്രമായിരിക്കില്ല, യൂറോപ്യൻ യൂണിയൻ എതിരായ ഒരു യുദ്ധമായി തങ്ങൾ കണക്കാക്കും എന്ന് യൂറോപ്യൻ യൂണിയൻ പറയുന്നു. നമുക്ക് നോക്കുക, ഈ പ്രദേശത്താണ് ഇപ്പോൾ യുദ്ധം കനത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇസ്രായേലിൻ്റെ ഭാഗമായി അറിയപ്പെടുന്ന ഭൂപ്രദേശമാണ്. ഇവിടെയാണ് ഗസ, കൊച്ചു തുരുത്താണ്. ഇവിടെയാണ് വെസ്റ്റ് ബാങ്ക്, ഇവിടെയാണ് സിറിയയുടെ ഭാഗമായി ഉണ്ടായിരുന്ന ഗോലൻ കുന്നുകളാണ് 1967 6 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ പ്രദേശം ഗോലാൻ കുന്നുകൾ എന്ന് പറയുന്ന പ്രദേശം അത് ആരുടെ ഭാഗമാണ് എന്നുള്ള തരത്തിൽ ഇപ്പോഴും തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ലബനാനിലെ ഈ ഭാഗത്തുള്ള ഹിസ്ബുള്ള എന്ന് പറയുന്ന മിലീഷ്യയാണ് നേരിട്ട് ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശത്താണ് കനത്ത യുദ്ധം നടക്കുന്നത്. ഈ മേഖലയിലാണ് കരയുദ്ധം അതിശക്തമാണ്. ഈ മേഖലയിലെ ഏകദേശം 50 കിലോമീറ്ററിലേറെ ദൂരത്തുള്ള ആളുകളെ ഇസ്രായേലിന് മാറ്റി പാർപ്പിക്കേണ്ടി വന്നിരിക്കുന്നു കനത്ത യുദ്ധം കാരണം. അപ്പോൾ അത്രയും കൂടുതൽ ശക്തമായ യുദ്ധം നടക്കുന്ന ഈ സ്ഥലത്ത് അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശം എന്നുള്ള രൂപത്തിൽ സൈപ്രസിനെ കൂടി ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി തങ്ങൾ കണക്കാക്കുന്നു എന്ന് ഹിസ്ബുള്ള പറയുമ്പോൾ അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ തന്ത്രപ്രധാനമായ ഈ സ്ഥലം ഇപ്പോൾ ഗസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കാൻ അമേരിക്ക ഗസയിൽ നിർമ്മിച്ചിട്ടുള്ള പ്രത്യേക തുറമുഖം, ആ തുറമുഖത്തിലേക്ക് പോലുമുള്ള ഭക്ഷണങ്ങളും മറ്റു സാധനങ്ങളും എത്തുന്നത് സൈപ്രസ് വഴിയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ ഒരു പശ്ചിമേഷ്യയിലെ ഈ ഗസ യുദ്ധത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് സൈപ്രസ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭാഗം യൂറോപ്യൻ യൂണിയൻ്റെ കയ്യിലാണ്. ഒരുപക്ഷെ സൈപ്രസ് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന് സഹായം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ മിലീഷ്യകൾ, പ്രത്യേകിച്ചും ഇറാന്റെ പ്രോക്സി സംഘടനകൾ എന്നറിയപ്പെടുന്ന വിവിധ ഷിയ മിലീഷ്യകൾ സൈപ്രസിലേക്ക് തിരിച്ചടിക്കും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം എന്താണ് ഈ യുദ്ധത്തിൽ സൈപ്രസിൻ്റെ ഒരു റോൾ, അതെങ്ങനെയായിരിക്കും ഭാവിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതെല്ലാം വരും ദിവസങ്ങളിൽ തെളിയിക്കും.